കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങളായി നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിൽ കഷ്ടമനുഭവിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ സഹോദരങ്ങൾ, ദൈവസഭകൾ, വിശ്വാസത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവരനുഭവിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ച് ദേവദാസൻ ഷിബു തോമസ് ദേവദാസനിലൂടെ കേൾപ്പാനിടയായി. എല്ലാ വീഡിയോയും ഞാൻ വളരെ വീക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും എൻ്റെ പ്രഭാത പ്രാർത്ഥന, വെളുപ്പിനെ 3 മണി 2 മണി സമയത്തുള്ള പ്രാർത്ഥനയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട കാലത്ത് ഏകദേശം 2001 മുതൽ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2014 ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും അതിൻ്റെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അതുപോലെ തന്നെ കർത്താവിൻ്റെ വേലയിൽ കഷ്ടമനുഭവിക്കുന്ന ഒത്തിരി 10,000-കണക്കിന് ദൈവദാസന്മാരെ കാണുവാനും അവരോടൊരുമിച്ച് സമയം ചിലവഴിക്കുവാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. ഞാനതിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട കാലം മുതൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലുള്ള സകല ജനത്തിനു വേണ്ടി, സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കുന്നു. ചില വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇന്ത്യയിലൂടെ യാത്ര ചെയ്ത് ഒരു സംസ്ഥാനത്തിൽ 3 ദിവസം വീതം സ്റ്റേ ചെയ്ത് ഇന്ത്യയുടെ ആ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും അവിടെയുള്ള ജനത്തിനു വേണ്ടിയും അവിടെയുള്ള MP-മാർ, MLA-മാർ, അധികാരികൾ, പോലീസ് അധികാരികൾ, അവിടെയുള്ള അധികാരത്തിന് കീഴിലായിരിക്കുന്ന സകല ജനങ്ങളും, ആ സ്റ്റേറ്റുകളിൽ താമസിക്കുന്ന ജനം, ആ സ്റ്റേറ്റ്, അതിൻ്റെ സാഹചര്യം എല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ 2014 ദൈവം എനിക്ക് അവസരം നൽകി. അതിനുശേഷം 2-3 പ്രാവശ്യങ്ങളിൽ കാശ്മീരിൻ്റെ, ജമ്മുവിൻ്റെ പ്രദേശത്ത് പോകുവാൻ, അവിടെ ആയിരുന്ന ദൈവദാസന്മാരോടൊരുമിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഒത്തിരി അവസരങ്ങളെ തന്നു. പിന്നീട് പല സംസ്ഥാനങ്ങളിലും വ്യക്തിപരമായി പോകുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകി. നോർത്ത് ഇന്ത്യ പ്രദേശങ്ങളിൽ കഷ്ടമനുഭവിക്കുന്ന അനേക ദൈവദാസന്മാരെ ആ യാത്രയിൽ തന്നെ 10,000-കണക്കിന് ദൈവദാസന്മാരെ പരിചയപ്പെടുവാൻ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ, അവർ പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ, അതിനുവേണ്ടിയൊക്കെയും ദൈവസന്നിധിയിൽ ഇടവിലിരുന്ന് പ്രാർത്ഥിപ്പാനൊക്കെയും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ എനിക്ക് നൽകിയിരുന്നു. ഞാനിപ്പോൾ അത് പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല, എങ്കിലും നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, വിശ്വാസികൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ കേൾക്കുവാൻ, ഷിബു തോമസ് ബ്രദറിലൂടെ കേൾക്കുവാനൊക്കെ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി. വീണ്ടും മുൻപ് ആയിരുന്ന പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു സാഹചര്യം ദൈവം എനിക്കും എൻ്റെ ജീവിതത്തിലും നൽകി തന്നു. ഒത്തിരി പ്രാർത്ഥന, അതുപോലുള്ള പ്രാർത്ഥന വിഷയങ്ങളിൽ നിന്ന് അല്പം കാലമായിട്ട് പുറകിലോട്ട് പോയിരുന്നു. എന്നാൽ അവരനുഭവിച്ച കഷ്ടങ്ങളെ കാണുമ്പോഴൊക്കെയും വീണ്ടും ആ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും ദൈവസന്നിധിയിൽ ജാഗരിക്കുവാനൊക്കെ, അവർക്കൊക്കെ വേണ്ടി ഇടവിലിരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം എൻ്റെ ആത്മാവിനെ വീണ്ടും തൊട്ടുണർത്തി. ഞാൻ അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഷിബു തോമസ് ദൈവദാസനോടുള്ള നന്ദിയെയും രേഖപ്പെടുത്തുന്നു. പ്രത്യേകാൽ ജോസ് പാസ്റ്ററിൻ്റെ മോൻ ദൈവത്തിൻ്റെ സാക്ഷ്യം കേൾപ്പാനിടയായി. അവരെ ദൈവം ഉറപ്പിച്ച് ബലപ്പെടുത്തി ശക്തീകരിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വൻകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേക ദൈവജനം, അനേക ദൈവദാസന്മാർ, അനേക ദൈവദാസിമാർ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ മാത്രമല്ല, ഞാൻ ഇന്ത്യ യാത്രയിൽ, ഭാരത പ്രാർത്ഥന യാത്രയിൽ പങ്കെടുത്ത സമയം മുതൽ അതിലൂടെ കടന്നു പോകുമ്പോൾ 10,000-കണക്കിന് ദൈവദാസന്മാർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിലും, ഓരോ വില്ലേജുകളിലും, രാജ്യത്തിൻ്റെ ഓരോ ബോർഡറിലൂടെയും കടന്നു പോകുമ്പോൾ
ഓരോ ദൈവദാസന്മാർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് കേൾപ്പാൻ, അതിനുവേണ്ടി ഇടവിലിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം സഹായിച്ചിരുന്നു. വീണ്ടും ആ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഞാൻ വീണ്ടും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നെയും ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ബാംഗ്ലൂരായിരിക്കുന്നു. ഞാൻ കേരളത്തിൽ നിന്ന് ഏകദേശം 4 വർഷമായി വിദേശത്ത് വന്നിട്ട് എയർപോർട്ടിലെ ജോലിയോടുള്ള ബന്ധത്തിലാണ് വന്നത്. ഇവിടെ വന്ന് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റിന് പ്രോബ്ലമായി. എൻ്റെ ഫ്ലൂയിഡ് ഡ്രൈ ആയിപ്പോയി. അതിനുശേഷം ഞാൻ ലീവ് എടുത്തു. ആ ലീവിൽ തുടരാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ റിസൈൻ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. എന്നിരുന്നാലും രക്ഷിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെയും അനേകരെ സുവിശേഷത്തിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, ക്രിസ്തുവിലേക്ക് നടത്തുവാനൊക്കെയും ദൈവം കൃപ തന്നു. അനേക പിന്മാറ്റത്തിലായിരുന്നവരെ, സഭകളിലൊക്കെ പോകാതിരുന്നവരോടൊക്കെ സംസാരിപ്പാൻ അവരെയൊക്കെ മടക്കി ദൈവസഭകളിൽ കൂട്ടിയെ കൊണ്ടുപോകാനൊക്കെയും അവരെ അയക്കുവാനൊക്കെയും ദൈവം കൃപ തരുന്നു. ദൈവദാസന്മാർ, കഷ്ടമനുഭവിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒത്തിരി അവസരങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴും അതിനുള്ള ഒരു ഉദ്ഘോഷണമാണ് കർത്താവിൻ്റെ ദാസനിലൂടെ കേൾപ്പാനൊക്കെ ഇവിടെയായത്. ഈ സാഹചര്യങ്ങൾ, ഈ സാക്ഷ്യങ്ങളൊക്കെയും വീണ്ടും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും, കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം വീണ്ടും അവസരം തരുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ ജോസ് പാപ്പച്ചൻ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ജോസ് പുല്ലൂർ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എലിയമ്മ സിസ്റ്റർ, അവരെയും കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. രമേശ് അഗർവാൾ ബ്രദർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹധർമ്മിണി, അദ്ദേഹത്തിൻ്റെ പിതാവ്, പെങ്ങൾ, അവരൊക്കെ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ ഓർത്ത് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ബലപ്പെടുത്തും, സഹായിക്കും. ഏത് സാഹചര്യത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടാലും ആ സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിന് എന്തോ നമ്മളെ പഠിപ്പിക്കുവാനും മറ്റൊരു ശുശ്രൂഷയുടെ മറ്റൊരു പുതിയ പാന്താവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കരം പിടിച്ച് നടത്തുകയും ചെയ്യുന്നതാണെന്ന് നാം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പുതിയ ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നു. പത്രോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ദൈവം ദൂതനെ അയച്ചു. എന്നാൽ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. ഹല്ലേലൂയ. എന്നാൽ പത്രോസിനെ കുറിച്ച് ദൈവത്തിന് വീണ്ടും അധികമായ കാര്യങ്ങൾ പത്രോസിനെ കൊണ്ട് ദൈവത്തിന് ചെയ്യിച്ചെടുക്കാനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ദൂതനെ കാരാഗൃഹത്തിൽ അയച്ചു. 1-ാം വാതിലും 2-ാം വാതിലും തുറന്നു. പ്രധാന വാതിൽ അവർക്ക് വേണ്ടി സ്വതവേ തുറന്നിരുന്നു. പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി ദൂതൻ പുറത്തു കൊണ്ടുവന്ന് പത്രോസിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ നിറപടിയായി ചെയ്യിച്ചതിന് ശേഷമാണ് പത്രോസിൻ്റെ ആയുസ്സിനെ ദൈവം എടുക്കുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവസഭ വളരെ ഉറപ്പും ധൈര്യത്തോടും കൂടി നിങ്ങളായിരിക്കുക. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിപ്പീൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു. അവർ ആ കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ആ കാരാഗ്രഹം കുലുങ്ങി, ചങ്ങല പൊട്ടി, ബന്ധിതർ മോചിതരാകുവാനിടയായി. കാരാഗ്രഹ പ്രമാണി അദ്ദേഹത്തിൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിലൂടെ അനേകർ രക്ഷിക്കപ്പെട്ടു. അവർ മുഖാന്തരം ദൈവസഭയിൽ വളരെ ഉദാഹരണങ്ങളുണ്ടായി. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ നോക്കിക്കേ, പൗലോസിനെ പിടിച്ച് അവർ കൈസരയുടെ അരമനയിൽ കാരാഗ്രഹത്തിലിട്ടു. എന്നാൽ കൈസറുടെ അരമനയിലിരുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോൾ, കാരാഗ്രഹത്തിലിരുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോൾ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, കൈസരയുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു, സഭയെ വന്ദനം ചെയ്യുന്നു. നോക്കിക്കേ, കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും ആ കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് കൈസറുടെ അരമനയിലുള്ളവരെ കർത്താവിന് വേണ്ടി നേടി അവർ സഭയെ വന്ദനം ചെയ്യുന്ന
നിലവാരത്തിലേക്ക് അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുവാൻ പൗലോസിന് കഴിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന വൃഥാവല്ല. ദൈവത്തിന് തൻ്റെ ആത്യന്തികമായ പദ്ധതികൾ, ആത്യന്തികമായ ലക്ഷ്യങ്ങൾ, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കേണ്ടത്, ലോകമെമ്പാടുമുള്ള മാനവരാശി മുഴുവൻ ദൈവത്തിൻ്റെ സത്യസുവിശേഷം കേൾക്കണം. അത് കേൾപ്പിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി, ആ ലക്ഷ്യത്തിലേക്കാണ് നാം നടന്നെടുക്കുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലൂടെ, ഏത് കഷ്ടത്തിലൂടെ കടന്നുപോയാലും നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ തലയിലെ ഓരോ മുടിനാരും എണ്ണപ്പെട്ടിരിക്കുന്നെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നെങ്കിൽ, നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നാം അനുഭവിക്കുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ദൈവം അറിയാതെയല്ല, നമ്മുടെ ദൈവം അറിഞ്ഞിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. നമ്മെ ഈ കഷ്ടത്തിലൂടെ കടത്തിവിടുമ്പോൾ അത്യന്തം അനവധി തേജസ് പ്രാപിക്കുക, തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. ലോകത്തിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ച ഒരു കൂട്ടം കർത്താവിൻ്റെ വേലക്കാർ, ദാസന്മാർ, ദാസിമാർ, ദൈവസഭ അനുഭവിച്ച കഷ്ടങ്ങളാണ് അനേകരെ തേജസ്സിലേക്ക് നടത്തുവാൻ മുഖാന്തരമാക്കി തീർത്തത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെപ്പോലെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളിൽ കുറവുള്ളതായി ഏതെങ്കിലും ആരെങ്കിലും രക്ഷയ്ക്ക് കുറവായിട്ടുള്ളതുണ്ടെങ്കിൽ പൗലോസ് പറയുക, എൻ്റെ കഷ്ടത ഞാൻ അതിനോടുകൂടി പൂരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന കഷ്ടത ആരുടെയെങ്കിലും രക്ഷയ്ക്ക് അല്ലെങ്കിൽ കർത്താവ് അനുഭവിച്ചതും പൗലോസിന് അപ്പോസ്തലന്മാർ അനുഭവിച്ച കഷ്ടത ഏതെങ്കിലും കുറവാണെങ്കിൽ, നാം അനുഭവിക്കുന്ന കഷ്ടത അനേകരെ നിത്യ തേജസ്സിൻ്റെ നിത്യ തേജസ്സിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇതിന് മുഖാന്തരമായി തീരട്ടെ. നാം അനുഭവിക്കുന്ന ഓരോ കഷ്ടതയും അനേകരുടെ ജീവിതത്തിന് വിടുതലിനും ഉദ്ധാരണത്തിനും രക്ഷയ്ക്കും കാരണമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷിബു തോമസ് പാസ്റ്ററും അദ്ദേഹത്തിന് ആവശ്യമായ ദൈവകൃപയും അദ്ദേഹം കർത്താവിൻ്റെ വേലയിൽ കഷ്ടമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഓരോ കോർട്ടിലും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കേണ്ടതിനും അനേക കഷ്ടങ്ങളിലായിരിക്കുന്നവരെ കണ്ടെത്തുവാനും അദ്ദേഹത്തിന് ഇതിന് മുഖാന്തരമായി തീരട്ടെ. അനേകരെ വീണ്ടും ജയിലുകളിൽ കിടക്കുന്ന അനേകരെ കണ്ടുമുട്ടുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി അനേക കോടതികളിൽ കടന്നുപോയി അവർക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ വാദിക്കുവാൻ, അല്ലെങ്കിൽ സ്തോത്രം സംസാരിക്കുവാൻ ഷിബു തോമസ് എന്ന ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവജനത്തെയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വയലിൽ ലോകരാജ്യങ്ങളിൽ മുഴുവൻ കഷ്ടമനുഭവിക്കുന്ന കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന അനേകരെ ഉദ്ധരിക്കുക, അനേകരെ ഒരുമിപ്പിച്ചു കൂട്ടുക, അനേകരെ ഐക്യതയിലേക്ക് കൊണ്ടുവരുവാൻ, ഡിനോമിനേഷൻ മറന്ന് അല്ലെങ്കിൽ അനേകരെ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലേക്കും ഒരുമിപ്പിച്ചു കൊണ്ടുവരാനുള്ള പുതിയ ഒരു സാഹചര്യങ്ങൾ, പുതിയൊരു പാന്താവ് അവരുടെ മുൻപിൽ കർത്താവ് തുറക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ കർത്താവ് തുറക്കട്ടെ. അതിനെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അധ്വാനിക്കുന്നത് ഒന്നും വൃഥാവല്ല. ഹല്ലേലൂയ. തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. അങ്ങനെ തിരുവെഴുത്ത് വായിക്കുന്നെങ്കിൽ നാം എന്നും എന്നേക്കും പ്രകാശിക്കേണ്ടതിന് നിത്യതയോളം കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ നിത്യതയോളം ദൈവ തേജസ്സുള്ളവരായി നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നവരായി കർത്താവ് തീർക്കുമാറാകട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇത്രത്തോളം സമയം അനുഭവിച്ച കർത്താവിന് നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഷിബു തോമസ് എന്ന ദൈവദാസനെയും അദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ പ്രത്യേകാൽ ഇന്ത്യയിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്ന ഓരോ ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെയും കർത്താവ് യേശുക്രിസ്തു
അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന കഷ്ടതയിൽ ഒന്നും ഇത് വൃഥാവല്ല. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി അധ്വാനിച്ചവർ പ്രതിഫലം വീതിക്കുന്ന നാളിൽ നിങ്ങളുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കേണ്ടതിന് ദൈവം നിങ്ങളെ നടത്തുന്ന സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വീണ്ടും കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.